നാളെ ഓണം കാരണം കമ്പനി എല്ലാം അവധിയാണ്. അപ്പൊ വെള്ളം അർജന്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് മുഴുവനും നമ്മൾ ഇന്ന് സപ്ലൈ ചെയ്ത് തീർക്കണം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കമ്പനിയിൽ വന്ന് ജാറെല്ലാം ഫില്ല് ചെയ്യാൻ കൊടുത്തു. ഇനി ഇവിടെ ഒരു 1.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ജാറിനകത്ത് വെള്ളം നിറച്ച് കിട്ടുള്ളൂ. ഈ സ്ലൈഡർ വഴി വരുന്ന വെള്ളം മുഴുവനും നമുക്ക് ഇനി വണ്ടിയിലോട്ട് കയറ്റി വെക്കണം. അങ്ങനെ ഒരു ഉച്ചയായപ്പോഴത്തേക്കും ഡെലിവറി എല്ലാം തുടങ്ങി. ഫസ്റ്റ് തന്നെ ചെറിയൊരു ഓർഡർ ഉണ്ടായിരുന്നു. ഇനി ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇത് മൊത്തം ഡെലിവറി ചെയ്ത് തീർക്കണം. രണ്ടാമത്തെ കസ്റ്റമറിന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ ടാപ്പ് പൊട്ടി വെള്ളം മൊത്തം ലീക്കായി പോയിട്ടുണ്ട്. അന്നേരം നമ്മൾ ടാപ്പ് എല്ലാം മാറ്റി കൊടുത്തു. ഇതിനെല്ലാം നമ്മളൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. പക്ഷെ ചിലയിടത്ത് തരാൻ അവർക്ക് മടിയായി. നമുക്കാണെങ്കിൽ അധികം കട്ടായം പിടിക്കാനും പറ്റില്ല പൈസ ചോദിച്ചിട്ട്. കാരണം ഈ സെയിം ഫീൽഡിൽ ഇതിനുള്ള പല നാറികളും പൈസ കുറച്ചിട്ടും ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ ഇത് ചെയ്തു കൊടുക്കുന്നവർ. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരം ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡ് ഹോട്ടലിൽ നിന്ന് തന്നെ വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചു. ഇത് വേഗം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി കസ്റ്റമേഴ്സിനെല്ലാം വെള്ളം എത്തിക്കാനായിട്ട്. കുടിക്കുന്ന വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ പേരിൽ ടൈമിംഗ് എന്ന് പറയുന്ന സാധനത്തിന് അങ്ങേയറ്റം വില കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ അടുത്തൊരു നായ്ക്കൂട്ടം വന്നിരിക്കുന്ന കാര്യം കണ്ടത്. നമ്മൾ എനിക്ക് ഈ മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അറ്റിങ്ങളെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തൊറ്റിങ്ങൾ നമ്മളെ ചതിക്കൂല. നാളെ ഞാനിവിടെ വരുമ്പോൾ ഉണ്ടെങ്കിലും എനിക്ക് ഞാൻ ഒരു ബിരിയാണി വാങ്ങിക്കൊടുക്കും. നാളെ ഓണായതിന്റെ പേരിൽ നമ്മുടെ കൂട്ടുകാരെ നമ്മളെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഇടാനായിട്ട് ഒരു പുതിയ ഷർട്ടും വാങ്ങി. ഷർട്ട് നമ്മുടെ കസ്റ്റമറിന്റെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങി. അതുകൊണ്ട് നല്ല ഷർട്ടും കിട്ടി, നല്ല ഓഫറും കിട്ടി. ഒരു ഹിന്ദിക്കാർക്ക് കോഴിക്കടയിൽ കുടിക്കാൻ വെച്ച് കൊടുക്കുന്ന ബോട്ടിൽ വെള്ളം അവന്മാരാണ് കുടിക്കുന്നത്, കോഴിയാണ് കുടിക്കുന്നത് സംശയമാണ്. കാരണം ബോട്ടിൽ തൊടാൻ തന്നെ അറച്ചു പോകും. അത്രയും രീതിയിൽ കോഴിക്കാട്ടവും കാര്യങ്ങളൊക്കെയാണ് അത് മരിക്കുന്നത്. ഞാനൊരു 100 പ്രാവശ്യമെങ്കിലും അവന്മാരോട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും അവന്മാർ കേൾക്കൂല. ഇന്നത്തെ സെയിലും പരിപാടിയൊക്കെ ഇനി വണ്ടി വീട്ടിൽ ഒതുക്കിയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.